ഹായ്, ഏതൻ തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ടടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ശബ്ദമാണ് കേട്ടത്. ഇന്ന് ഒരു വീട്ടിൽ കൂടലിട്ട് ഹൗസ് വാമിങ്. നമ്മൾ കണ്ണൂരുകാർ വീട്ടിൽ കൂടൽ കുടിയൽ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 2:45. മോന് ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ മോന് ക്ലാസ് കഴിഞ്ഞ് നേരെ സ്കൂൾ ബസ് നേരെ 10 മൈലിൽ ഇറക്കും. അപ്പോൾ മോനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വേണം വീട്ടുകൂടലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് തൊട്ടടുത്ത് തന്നെയാണ് വീട്ടുകൂടലുള്ളത്. അപ്പോൾ വീട്ടുകൂടൽ ആരതാന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരെ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് 10 മൈലിലേക്ക് നടന്നു പോയെന്ന് വഴി കാണിച്ചു തരാം. നമ്മളെ വീടിൻ്റെ ഇടത് സൈഡിലേക്ക് കൂടി പോയാൽ ഈ റോഡെത്തും. അപ്പം ഞാൻ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ ഈ റോഡിലേക്ക് കൂടിയാണ് പോകൽ. അല്ലാതെ ഏട്ടൻ്റെ കൂടെ വണ്ടി എടുത്താണ് നമ്മളെ വീടിൻ്റെ നേരെ മുന്നിലൂടെയുള്ള റോഡിലേക്ക് കൂടിയാണ് പോവുക. അപ്പോൾ ഇത് നേരെ നടന്നെത്തുന്നത് കുഞ്ഞേരിയമ്പീടിയേക്കാണ്. അപ്പോൾ അത് അവിടെ നിന്ന് നേരെ 10 മൈലിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഈ സൈഡിൽ ഇതിലൂടെ നടന്നു പോകുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും. നിങ്ങളിത് കാണുന്നുണ്ടോ? വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ മോനെ കൂട്ടാൻ വേണ്ടി 10-ലെത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡ്, അവിടെ തൊട്ട് താഴെ തന്നെയാണ് വീട്ടുകൂടൽ. അപ്പോൾ അമൃതേച്ചിൻ്റെയാണ് വീട്ടുകൂടൽ. അമൃതേച്ചിയായിട്ടുള്ള പരിചയം ഒരു തവണ കേരളോത്സവത്തിന് ഡാൻസിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ജിഷേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ഞാൻ അമൃതേച്ചിനെ പരിചയപ്പെടുന്നത്. അമൃതേച്ചിയാണ് ആ ഡാൻസ് സെലക്ട് ചെയ്തത്. നല്ലൊരു ഡാൻസറും കൂടിയാണ് അമൃതേച്ചി. അപ്പോൾ അന്ന് അതിന് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വീട്ടുകൂടലിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊരു വർക്ക് ഏരിയ ഭാഗം, പിന്നെ അതുപോലെ 2 ബെഡ്റൂം, ഒരു ഹാള്. അമൃതേച്ചിക്കൊരു മോളാന്നുള്ളത്, പേര് ദക്ഷ എന്നാണ്. അപ്പോൾ ഇതാ ഈ കുറച്ച് വലിയ കുട്ടിയാണ്, അവളാണ് ദക്ഷ. അപ്പോൾ ദക്ഷയും എയ്തനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിലെത്തിയപാടും ദക്ഷ മോളാണ് എയ്തനെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കൽ. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഞാനാണ് എയ്തനെ എപ്പോഴും ക്ലാസ്സിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അവൾ നല്ല മോളാണ്, അമ്മേനെ പോലെ തന്നെയാണ്, നല്ലൊരു ഡാൻസറാണ് ആൾ. അപ്പോൾ ഇതാണ് അന്ന് നമ്മൾ കേരളോത്സവത്തിന് കളിച്ച ഡാൻസ്. ഞാൻ കൂടുതൽ ഇടുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇന്നിവിടെ ബിരിയാണിയും നല്ല അടിപൊളി ക്യാരറ്റ് പായസവും. ഇതിന് ഭയങ്കര ഇഷ്ടമാണ് പായസം. 2 ഗ്ലാസ് പായസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷൻ ഇങ്ങനെ ഒരു വെറൈറ്റി പായസം കുടിക്കുന്നത്. സാധാരണ എല്ലായിടത്തും പ്രഥമൻ, സേമിയം അങ്ങനെയുള്ള പായസമല്ലേ. ഇത് ഒരു വെറൈറ്റി തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഏച്ചിയോട് പറയുകയും ചെയ്ത്, നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. അപ്പോൾ ഏച്ചീൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് വെച്ചതെന്നാണ് പറഞ്ഞത്. ബട്ടൺസ് ഫുഡ് കഴിച്ചില്ലേ? എന്താ കഴിച്ച മോനെ? എന്ത് പായസം? ക്യാരറ്റ് പായസം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കുട്ടി വ്ളോഗ് ഇവിടെ തീരെയത്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ കൂടലിൽ പോയിട്ട് അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു മടിയുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.